അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാലനാശം വ്യാസദേവചരിതം ഇതു വ്യസനജാലനാശം വ്യസനജാലനാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 24-ാമത്തെ അധ്യായത്തിൽ കൃഷ്ണകഥകളെ വർണ്ണിക്കുന്നു. അതിൽ ആദ്യത്തെ 13 ശ്ലോകങ്ങളാണ് ഇന്ന് നാം പാരായണം ചെയ്ത് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അഥാ ചതുർവിംശോऽധ്യായ. വ്യാസ ഉവാച. പ്രാതർനന്ദഗൃഹേ ജാത പുത്രജന്മമഹോത്സവ. കിം വദന്ത്യഥ കംസേന ശ്രുത്വാചാരമുഖാദപി. ജാനാതി വസുദേവസ്യ ദാരാസ്തത്ര വസന്തിഃ. പശവോ ദാസവർഗശ്ച സർവേ തേ നന്ദഗോകുലേ. തേന ശങ്കാ സമാവിഷ്ടോ ഗോകുലം പ്രതി ഭാരത. നാരദേനാപി തൽസർവം കഥിതം കാരണം പുരാ. ഗോകുലേ യേ ച നന്ദാദ്യാസ്തൽപത്ന്യശ്ച സുരാംശജാ. ദേവകീ വസുദേവാദ്യാ സർവേ തേ ശത്രവഃ കില. ഇതി നാരദവാക്യേന ബോധിതോസൗ കുലാധമാ. ജാതഃ കോപമനാരാജൻ കംസ പരമപാപകൃൽ. പൂതനാ നിഹതാ തത്ര കൃഷ്ണേനാമിത തേജസാ. ഭഗോവത്സാസുരശ്ചാപി ധേനുകശ്ച മഹാബലാ. പ്രലംബോ നിഹതസ്തേന തഥാ ഗോവർദ്ധനോ ധൃതാ. ശ്രുത്വൈതൽ കർമ്മ കംസസ്തു മേനേ മരണമാത്മനാ. തഥാ വിനിഹത കേശി ജ്ഞാത്വാ കംസോതി ദുർമനാ.
ധനുര്യാഗമിഷേണാശു താവാനേതും പ്രചക്രമേ. അക്രൂരം പ്രേഷയാമാസാക്രൂര പാപമതിസ്തദാ ആനേതും രാമകൃഷ്ണൗ ച വധായാമിത വിക്രമൗ. രഥമാരോപ്യ ഗോപാലൗ ഗോകുലാദ്ഗാന്ധിനീ സുത ആഗതോ മധുരായാം തൂ കംസാദേശേ സ്ഥിതഃ കില. താവാഗത്യ തദാ തത്ര ധനുർഭംഗം ച ചക്രതു ഹത്വാധരജകം കാമം ഗജം ചാണൂരമുഷ്ടികം. ശലം ച തോശലം ചൈവ നിജഘാന ഹരിസ്തദാ ജഘാന കംസം ദേവേശ കേശേഷ്വാകൃഷ്യ ലീലയാ. പിതരൗ മോചയിത്വാധ ഗതദുഃഖൗ ചകാരഃ ഉഗ്രസേനായ രാജ്യം തദ്ദദാവരി നിഷൂദന. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമഹാസരസ്വത്यै നമഃ. ശ്രീമഹാകാള്यै നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 24-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 13 ശ്ലോകങ്ങളെ ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, പ്രഭാതത്തിൽ തന്നെ നന്ദപുത്രനുടെ ജന്മഘോഷം പ്രത്യേകചാരന്മാർ കംസനെ അറിയിച്ചു. വസുദേവരുടെ ഭാര്യ പശുഭൃത്യ സമേതയായി നന്ദഗോപഗൃഹത്തിലായി വസിക്കുന്നുണ്ട്. അതിനാൽ നന്ദഗൃഹത്തിൽ ആശങ്കയായി കംസനപ്പോൾ അതിനൊപ്പം നാരദന്റെ വാക്കും നിമിത്തം ഗോകുലത്തിൽ നന്ദനും പത്നിമാരും അതുപോലവേ ദേവകി വസുദേവരും സുരാംശരത്രേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവകി വസുദേവരും സുരാംശരത്രേ. നിന്റെ ശത്രുക്കളുമത്രേ എന്ന നാരദവാണിയോ കുലാധമൻ കംസനെയും കോപിഷ്ഠനാക്കി. അമിത തേജസ്വി കൃഷ്ണൻ പൂതനയെ കൊന്നുവല്ലോ. ഭഗൻ വത്സൻ ബലവാനാം ധേനുകൻ താനും. പ്രലംബനും കൊല്ലപ്പെട്ടു, ഗോവർദ്ധനോദ്ധാരണവും കൃഷ്ണലീല കേട്ടു കംസൻ മരണമോർത്തു. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കേശിയും വധിക്കപ്പെട്ടു, കംസനേറെ ഖിന്നനായി
ധനുർയാഗം കാണാനവരെ വിളിച്ചിടാം. രാമകൃഷ്ണന്മാരെ കൊണ്ടുവരുവാനായ ക്രൂരനെ പാപി കംസൻ ഗോകുലത്തിലേക്കയച്ചല്ലോ. കംസകൽപ്പനയാൽ വേഗം അക്രൂരനും രാമകൃഷ്ണന്മാരെ മധുരയിലേക്കു കൊണ്ടുവന്നല്ലോ. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അവർ ധനുർഭംഗം ചെയ്തു രജകനെ, മഹാഗജം കുവലയാപീഠത്തിനെ ചാണൂരാദിയെ, ശലനെ തോഷലനെയും നിഗ്രഹിച്ചു, തലമുടി പിടിച്ചു വലിച്ചു, കംസനെയും വധിച്ചു. കാരാഗാരെ കിടന്നൊരാം പിതാക്കളെ മോചിപ്പിച്ചു, ഉഗ്രസേനനായി രാജ്യം നൽകി മാധവൻ. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളീ ശരണം, വാണീ ശരണം, മായേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 413 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 24 അധ്യായത്തിൽ ആദ്യത്തെ 13 ശ്ലോകങ്ങളെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഭഗവാൻ ദേവകീ വസുദേവന്മാരുടെ പുത്രനായി അവതരിച്ചു. പിന്നീട് യശോദാനന്ദന്മാരുടെ പുത്രഭാവത്തിൽ അമ്പാടിയിൽ വളർന്നു. അപ്പോൾ ഭഗവാനാടിയ ലീലകൾ ഒക്കെയാണ് ഈ അധ്യായത്തിൽ പ്രധാന പ്രതിപാദ്യ വിഷയമായിട്ടുള്ളത്. വേദവ്യാസൻ പറഞ്ഞു തുടങ്ങുന്നു. പ്രാതർ നന്ദഗൃഹേ ജാത പുത്രജന്മ മഹോത്സവ. പ്രഭാതത്തിൽ തന്നെ നന്ദഗോപരുടെ ഗൃഹത്തിൽ പുത്രജന്മ മഹോത്സവ
യശോദയ്ക്ക് ഉണ്ണിയുണ്ടായതിൻ്റെ ആഘോഷങ്ങൾ, നന്ദഗോപർക്ക് ഉണ്ണിയുണ്ടായതിൻ്റെ ആഘോഷങ്ങൾ ആരംഭിച്ചു. കിംവദന്ത്യഥ കംസേന ശ്രുത ചാരമുഖാദപി, ചാരന്മാർ മുഖേന. ഇപ്പോൾ ചാരന്മാരെ നിർത്തിയിട്ടുണ്ട് കംസൻ. അപ്പോൾ അവർ വഴി കംസന് ഒരു കിംവദന്തി ലഭിച്ചു, ഒരു കാര്യം കേട്ടു. എന്താ കേട്ടത്? ജാനാതി വസുദേവസ്യാദാരാസ്തത്ര വസന്തിഹി പശവോ ദാസവർഗശ്ച സർവേ തേ നന്ദഗോകുലേ. വസുദേവസ്യ ദാര, വസുദേവരുടെ ഭാര്യ. അപ്പോൾ വസുദേവരുടെ ഭാര്യയും പശുക്കളും ഭൃത്യന്മാരും. പശവോ ദാസവർഗശ്ച സർവേ തേ നന്ദഗോകുലേ വസന്തിഹി. ഭൃത്യന്മാരും പശുക്കളും ഒക്കെ നന്ദഗോപുര ഗൃഹത്തിൽ താമസിക്കുന്നു എന്നുള്ള കാര്യം ചാരന്മാരുമെന്ന് പറഞ്ഞു. തേന ശങ്കാസമാവിഷ്ടോ, അതുകൊണ്ട് ശങ്കാവിഷ്ടനായി മാറിയ കംസൻ ഗോകുലം പ്രതി ഭാരത, അല്ലയോ ഹേ ഭാരത ജനമേജയ, ഗോകുലവുമായി ബന്ധപ്പെട്ട് കംസന് ആശങ്കയുണ്ടായി. നാരദേനാപി തത്സർവം കഥിതം കാരണം പുര, നാരദൻ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിന് നിമിത്തമായി തീരുകയും ചെയ്തു. കംസൻ ആലോചിക്കുകയാണ്, എന്താണ് നാരദൻ പറഞ്ഞത്? ഗോകുലേയേ ച നന്ദാദ്യാ തൽപത്ന്യശ്ച സുരാംശജാഹ, ഗോകുലത്തിലുള്ള നന്ദൻ തുടങ്ങിയ ആളുകളും അതേപോലെ അദ്ദേഹത്തിൻ്റെ പത്നിമാരും ഒക്കെ തന്നെ, അവരുടെയൊക്കെ പത്നിമാരും ആരാണ്? സുരാംശജാഹ, സുരന്മാരുടെ അംശമാണ്, ദേവാംശമുള്ള ആളുകളാണ്. അതേപോലെ ദേവകീ വസുദേവാദ്യ, ദേവകീ വസുദേവാദികളും സർവേ തേ ശത്രവക്കില, അവര് സുരാംശം തന്നെയാണ്, അതോടൊപ്പം തന്നെ അങ്ങയുടെ ശത്രുക്കളും ആണ്. ഇതി നാരദവാക്യേനാബോധിതോസൗ കുലാധമ ജാത കോപമനാരാജൻ കംസ പരമപാപകൃൽ. ഇങ്ങനെ നാരദൻ പറഞ്ഞ് ബോധ്യപ്പെട്ട് ആ കുലാധമനും പാപിയുമായിരിക്കുന്ന, പരമപാപകൃൽ മഹാപാപിയുമായിരിക്കുന്ന കംസൻ എന്തായിത്തീർന്നു? ജാത കോപമനാ, കംസൻ അത്യധികം കോപിഷ്ഠനായി മാറി എന്ന് പറയുന്നു. പിന്നെയോ പൂതനാ നിഹതാ തത്ര കൃഷ്ണേനാമിത തേജസ, അമിത തേജസ്വിയായിരിക്കുന്ന മഹാബലവാനായിരിക്കുന്ന കൃഷ്ണനാൽ പൂതന എന്ന രാക്ഷസി കൊല്ലപ്പെട്ടു. അതേപോലെ തന്നെ ഭഗൻ വത്സാസുരശ്ചാപി, ഭഗനും വത്സാസുരനും അതേപോലെ മഹാബലഹ ധേനുകശ്ച, മഹാബലശാലിയായിരിക്കുന്ന ധേനുകനും പ്രലംബോ നിഹതസ്തേന തഥാ ഗോവർദ്ധനോ ധൃത, പ്രലംബനും കൃഷ്ണനാൽ കൊല്ലപ്പെട്ടു. അതുമാത്രമല്ല സപ്തഹായന, 7 വയസ്സ് ആയ സമയത്ത് ഗോവർദ്ധന പർവ്വതത്തെ ഉദ്ധരിച്ചു. ശ്രുത്വൈതൽ കർമ്മകംസസ്തു മേനേ മരണമാത്മന. ഇതൊക്കെ കേട്ടിട്ട്, ഈ ശ്രീകൃഷ്ണന്റെ ഇത്തരം കർമ്മങ്ങളെ ലീലകളെക്കുറിച്ച് കേട്ടിട്ട് കംസൻ തൻ്റെ മരണത്തെക്കുറിച്ചും ആലോചന തുടങ്ങി. ഈ കൃഷ്ണനാൽ തന്നെ ആവുമോ തൻ്റെ അന്ത്യം എന്നുള്ളത് കംസൻ ആലോചിക്കാൻ തുടങ്ങി. തഥാ വിനിഹത കേശി ജ്ഞാത്വാ കംസോതി ദുർമന ധനുര്യാഗ മിഷേണാശു താവാനേതും പ്രചക്രമേ. അതേപോലെ കുതിരയുടെ രൂപത്തിലുള്ള കേശിയും വധിക്കപ്പെട്ടതറിഞ്ഞപ്പോൾ കംസൻ അത്യന്തം ഖിന്നിതനായി. കംസോതി ദുർമനാഹ. എന്നിട്ടോ ഇനി എന്ത് വേണം? ധനുര്യാഗം നടത്തുകയാണ്. ധനുര്യാഗം വിഷേണാശു, ആ വ്യാജമായി അങ്ങനെ ധനുര്യാഗം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് അവരെ താവാനേതും പ്രചക്രമേ, അവരെ രണ്ടുപേരെയും മധുരയിലേക്ക് കൊണ്ടുവരാൻ കംസൻ ആലോചിച്ചു. അക്രൂരം പ്രേഷയാമാസ ക്രൂര പാപമതിസ്തദാ ആനേതും രാമകൃഷ്ണോ ചാവധായ അമിതവിക്രമോ. അമിതവിക്രമന്മാരായിരിക്കുന്ന രാമകൃഷ്ണന്മാരെ, മഹാപരാക്രമികളായിരിക്കുന്ന രാമകൃഷ്ണന്മാരെ കൊണ്ടുവന്ന് വധിക്കാൻ ക്രൂരനും പാപബുദ്ധിയുമായിരിക്കുന്ന കംസൻ ആരെ പറഞ്ഞയച്ചു? അക്രൂരനെ ഗോകുലത്തിലേക്ക്. അക്രൂരം പ്രേഷയാമാസ, അക്രൂരനെ ഗോകുലത്തിലേക്ക് പറഞ്ഞയച്ചു. രഥമാരോപ്യ ഗോപാലോ ഗോകുലാൽ ഗാന്ധിനീ സുത ആഗതോ മധുരായാം തൂ കംസാദേശേ
സ്ഥിതക്കില, കംസന്റെ കൽപ്പനയെ മാനിച്ച് രഥമാരോപ്യ, രഥത്തിൽ കയറി അക്രൂരൻ ആ ഗോപകുമാരന്മാരെ ഗോകുലത്തിൽ നിന്നും ഗാന്ധിനീസുതൻ, അതുകൊണ്ട് ഗാന്ധിനെ എന്നറിയപ്പെടുന്ന അക്രൂരൻ ആഗതോ മധുരായാം തു കംസാദേശേ സ്ഥിതക്കില. ഇവരെ രണ്ടുപേരെയും കൊണ്ട് കംസന്റെ നിർദ്ദേശപ്രകാരം മധുരയിലേക്ക് കൊണ്ടുവന്നു. അല്ലെങ്കിൽ മധുരയിൽ രണ്ടുപേരെയും കൊണ്ട് അക്രൂരൻ എത്തിച്ചേർന്നു. താവാഗത്യ തഥാ തത്രാ ധനുർഭംഗം ചക്രതു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴോ അവർ അവിടെ വന്ന ആദ്യം തന്നെ ആ വില്ലിനെ രണ്ടായി ഓടിച്ചു, ധനുർഭംഗം നിർവഹിച്ചു. ഹത്വാധ രജകം കാമം ഗജം ചാണൂരമുഷ്ടികം. രജകനെ കൊന്നതിന് ശേഷം കുവലയാപീഠത്തെയും ചാണൂരമുഷ്ടികം, ചാണൂര മുഷ്ടികാദികളെയും ശലം ച തോശലം ചെയ്വ, ശലൻ തോശലൻ എന്നിവരെയും ഹരിസ്തദാ നിജഘാന, രണ്ടുപേരെയും ഈ ആളുകളെ മുഴുവൻ ഹരി അവിടെ വെച്ച് നിഗ്രഹിച്ചു. ജഘാന കംസം ദേവേശ യേശേഷു ആകൃഷ്യ ലീലയാ, ഒരു ലീലയായിട്ട് ആ ദേവദേവനായിരിക്കുന്ന ദേവേശനായിരിക്കുന്ന ഭഗവാൻ കംസനെ തലമുടിയിൽ പിടിച്ച് വലിച്ച് ലീലയാ. എന്നിട്ടോ ജഘാന കംസം, ആ കംസനെയും അനായാസം ലീലയാ നിഗ്രഹിച്ചു എന്നാണ്. വെറുമൊരു കുട്ടിക്കളി പോലെ കംസനെയും നിഗ്രഹിച്ചു. പിതരോ മോചയിത്വാധാഗത ദുഃഖൗ ചകാരഃ ഉഗ്രസേനായ രാജ്യം തദ്ദദാവരിനിഷൂദനാം. അരിനിഷൂദൻ, ശത്രുനിഷൂദനായിരിക്കുന്ന ആ ഭഗവാൻ പിന്നെ കാരാഗ്രഹത്തിൽ കിടന്നിരുന്ന മാതാപിതാക്കളെ മോചിപ്പിച്ചു. പിന്നെ അവരുടെ ദുഃഖത്തെ ഇല്ലാതെയാക്കി. ശത്രുനിഷൂദനായിരിക്കുന്ന അദ്ദേഹം ആ രാജ്യം മധുര, താൻ പിടിച്ചെടുത്ത, കംസനെ നിഗ്രഹിച്ച് താൻ പിടിച്ചെടുത്ത മധുരാരാജ്യത്തെ ഒരു മടിയുമില്ലാതെ തൻ്റെ മാതാമഹനായിരിക്കുന്ന ഉഗ്രസേനന് നൽകി. അല്ലെങ്കിൽ ഉഗ്രസേനനെ ചക്രവർത്തിയാക്കി അഭിഷേകം ചെയ്തു ഭഗവാൻ എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഈ അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് സമർപ്പിക്കുന്നത്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.